അപ്പം ഇന്ന് ഞങ്ങള് ദൃശ്യം 3 കാണാൻ വേണ്ടി പോവാണ്. ഞാനും മാളും അച്ചുവേട്ടനും മുത്തും ഉണ്ട്. അപ്പൊ പോയി കണ്ടിട്ട് വരാം കഴിച്ചു. കഥ പറഞ്ഞുതരാം കേട്ടോ. അതെ, കഥ പറഞ്ഞു. ബൈ. ലൈവ് ഇടാം. ലൈവ് ഇട്ട് കഥ പറഞ്ഞുതരാം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദൃശ്യം കാണാൻ വേണ്ടി ഇവിടെ എത്തി, ടിക്കറ്റ് എടുത്തു. വായം പൊളിച്ചു വിട്ടിരിക്കുകയാണ് ഗൈസ്. രണ്ടെണ്ണം എടുത്തോ? അതെന്റെ പണിയൊന്നുമല്ല, ടേസ്റ്റ് ഉണർവൊക്കെ തരുന്നില്ലേ? ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? അങ്ങനെ ദൃശ്യം കണ്ടിറങ്ങി. കിട്ടില്ല മൂവിയാണ്, ഒന്നും പറയാനില്ല. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇന്റർവെല് വരെയൊക്കെ രോമാഞ്ച കൂപങ്ങളായിരുന്നു. പ്രതീക്ഷിക്കാത്ത അടുത്ത ആൾക്കാരൊക്കെ ട്വിസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ, അടിപൊളിയായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയൊരു കിട്ടില്ല മൂവി നമ്മൾ കാണുന്നത്. ലാലേട്ടന്റെ ആക്ടിങ് പറയണ്ടല്ലോ. പിന്നെ എല്ലാരും കിട്ടിലിനായിരുന്നു ഗൈസ്. കിട്ടില്ല മൂവി മസ്റ്റ് വാച്ചാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഇന്ന് ഞങ്ങള് ദൃശ്യം 3 കണ്ടു. കിട്ടില്ല മൂവിയാണ്. ഒരു ഫാമിലി മൂവി തന്നെയാന്ന് പറയാം. ഫാമിലിയിലെ ഇമോഷൻസിന് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്ന മൂവിയാണ്. കിഡിലനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊറേ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പ്രതീക്ഷിക്കാണ്ട് അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ഒക്കെ. ഇന്റർവെല്ലിന് തൊട്ട് മുന്നുള്ള ട്വിസ്റ്റും ഓരോരുത്തരുടെ എൻട്രി ഒക്കെ കാണുമ്പോൾ കിഡിലനായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഫുള്ളായിട്ട് അൺഎക്സ്പെക്ടഡ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, കിഡിലനായിരുന്നു. ഫുൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ഫുൾ ലാഗ് പോലും ഇല്ലാത്ത അടിപൊളി. അപ്പൊ എല്ലാരും കാണണം, മസ്റ്റ് വാച്ച്.